നിനക്കെപ്പോ ഡ്യൂട്ടി? ഇന്നെവിടെയാ ഡ്യൂട്ടി? എൻ്റെ വാർഡ്. എൻ്റെ വാർഡ് എന്ന് പറഞ്ഞാൽ വെഞ്ഞാറമൂട് മുരുൾക്കോണം വാർഡാണ്. ഈ വാർഡ് CPM-ന്റെ സിറ്റിംഗ് വാർഡാണ്. പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. വളരെ ശക്തമായ മത്സരം നടക്കുന്ന ഒരു വാർഡാണ്. ഇവിടെയുള്ള മുഴുവൻ രാഷ്ട്രീയ വിഷയങ്ങളും, ഇവിടുത്തെ വിശേഷങ്ങളും, സ്ഥാനാർത്ഥികളുടെ പ്രതികരണവും, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ പ്രതികരണവും ഒക്കെയായി നമുക്ക് ഇന്നത്തെ ദിവസം ഈ വാർഡിനെ അറിയാം. ഇലങ്കത്ത് ദേവീക്ഷേത്രം. സാധാരണഗതിയിൽ നമ്മൾ വിചാരിക്കും നമ്മുടെ നാടിൻ്റെ എല്ലാ ഇടങ്ങളും വികസിക്കണമെന്ന്. പക്ഷെ പുതുക്കി പണിയലിൻ്റെ ഭാരങ്ങളില്ലാതെ അതേ ഭംഗിയോടെ തുടരണമെന്ന് വിചാരിക്കുന്ന ഇടങ്ങളാണ് ക്ഷേത്രവും ക്ഷേത്ര പരിസരവും ഒക്കെ. എൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞതാണ് കേട്ടോ. ഇലങ്കത്ത് നിൽക്കുമ്പോൾ പറയേണ്ടുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, തിരുവനന്തപുരത്ത് വൈഡൂര സാന്നിധ്യമുള്ള മേഖലകളിൽ തിരുവനന്തപുരത്ത് മാർക്ക് ചെയ്തിരിക്കുന്ന, ജിയോളജി വകുപ്പ് മാർക്ക് ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഒന്നാണ് വെഞ്ഞാറമൂട് ഇലങ്കം. ഇലങ്കം ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുന്നിലാണ് അലന്തര സ്കൂളിൻ്റെ ഗ്രൗണ്ടാണിത്. ഇപ്പോൾ മഴയൊക്കെ പെയ്ത് ചെളിയൊക്കെ പിടിച്ച് കിടക്കുകയാണ്. പക്ഷേ നാടിൻ്റെ ഒരു വലിയ സൗഹൃദത്തിൻ്റെ കേന്ദ്രമാണ്. ഞങ്ങളുടെ ഓർമ്മയായിപ്പോൾ ഒരു സുഹൃത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു വലിയ ഫുട്ബോൾ ടൂർണമെൻറ്റ് എല്ലാ വർഷവും നടക്കുന്ന ഇടമാണിത്. അജിത് മോഹൻ മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെൻറ്റ് കഴിഞ്ഞ തവണ 10ാമത്തെ വർഷമാണ് നടത്തിയത്. അങ്ങനെ എല്ലാ ആഘോഷങ്ങളുടെയും കേന്ദ്രമാണിവിടെ. ഞങ്ങളൊന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്കിനും വണ്ടി ആകെ അലങ്കരിച്ചിട്ടുണ്ട്. ഇലങ്കത്തെ മുറ്റത്തെ പാലമരമാണ് പാലപ്പൂക്കൾ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതലാണ് ഞാൻ ഈ നാട്ടിൽ വോട്ട് ചെയ്തു തുടങ്ങിയത്. ഈ കാണുന്ന ആലന്തര UP സ്കൂളായിരുന്നു അന്നത്തെ ബൂത്ത് എന്ന് പറയുന്നത്. ഇവിടെ നിരന്തരമായി KSRTC ബസ്സുകൾ പോകുന്നത് വെഞ്ഞാറമൂട് മേൽപ്പാലത്തിൻ്റെ പണി നടക്കുന്നതുകൊണ്ടാണ്. സാധാരണഗതിയിൽ സ്വകാര്യ വാഹനങ്ങൾ മാത്രം ഒക്കെ പോകുന്ന വഴിയാണ്. പക്ഷേ ഇപ്പോൾ ധാരാളം KSRTC ബസ്സുകൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇലക്ഷനായിട്ട് എൻ്റെ വാർഡ് കുറച്ച് രാഷ്ട്രീയം പറഞ്ഞില്ലേ മോശമല്ലേ? ഇതാ അങ്ങോട്ട് നോക്ക്. സുജന, വാർഡ് എങ്ങനെ കൂടെ നിൽക്കുമോ? വാർഡ് കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സിറ്റിംഗ് വാർഡാണ്. എന്തായാലും ഇത്തവണ ഉറപ്പായി നമ്മൾ ജയിക്കും. ആരും കൊണ്ടുപോകില്ല, ഒരു കാരണവശാലും ആരും കൊണ്ടുപോകില്ല. കാര്യം കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. ലോക്കൽ ഏരിയയിൽ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സജീവമായി നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയ ഭേദമന്യേ നമ്മൾ ഒരുപാട് ജനങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അതിനകത്ത് സഹായം കൊടുക്കണതിൽ ഒരു കാരണവശാലും നമ്മൾ വേർതിരിവ് കാണിച്ചിട്ടില്ല. വേർതിരിവ് കാണിച്ചിട്ടില്ല. പാർട്ടി എന്നുള്ളൊരു ശക്തമായ രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ വാർഡിനകത്തുള്ളത്. ഉറപ്പായിട്ടും കോൺഗ്രസ്സുകാർ ഒരു കാരണവശാലും അത് പറയാനേ പറ്റൂ. കാര്യം ഇന്നേ വരെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ്സുകാർ ഒരു വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടില്ല. അതുപോലെ തന്നെ നാട്ടിലായിരുന്നാലും എന്ത് കാര്യത്തിനായിരുന്നാലും അവരാരെയും കാണാറേ ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ കുറച്ച് പേര് ഇപ്പോൾ സീറ്റ് കിട്ടാത്തതുകൊണ്ട് കോൺഗ്രസിലോട്ട് ചേക്കേറിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഇവിടെ സജീവമായൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇലക്ഷൻ പ്രവർത്തനമൊക്കെ? ഇലക്ഷൻ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ പോകുന്നു. ഇവിടെ നിലനിർത്തില്ലേ? ഇല്ല, നിലനിർത്താൻ ഇത് നമ്മുടെ സിറ്റിംഗ് സീറ്റ്. ഇതിന് നമുക്ക് പിന്നെ വേറെ അവകാശങ്ങളൊന്നുമില്ല. ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾ ഈ സീറ്റ് പിടിച്ചെടുക്കും. മാധു എൻ്റെ വോട്ടറാണ്. എനിക്ക് കൃത്യമായി വോട്ട് ചെയ്യണം. എൻ്റെ ചിഹ്നം ചുറ്റിക്കാരികൾ നക്ഷത്രമാണ്. ശരി, അപ്പോൾ എല്ലാ ആശംസകളും. താങ്ക് യു. നാട്ടിൽ നിന്നുള്ളൊരു ദേശീയ നേതാവ് കൂടിയുണ്ട്. അതൊക്കെ SFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. എങ്ങനെ വന്നു ഇവിടുത്തെ പരിപാടി? പ്രവർത്തനം നല്ല രൂപത്തിൽ പോകുന്നുണ്ട്. നിങ്ങളുടെ ടീമൊക്കെ സജ്ജാണ്? ടീമൊക്കെ സജ്ജാണ്. SFIയെ സംബന്ധിച്ച് ഇപ്പോൾ അറിയാലോ, 48 ആളുകൾ SFIയിൽ നിന്ന് മത്സരിക്കുന്നുണ്ട് സംസ്ഥാനത്തിൽ ഉടനീളമായി. അപ്പോൾ അവരെല്ലാവരും വിജയിച്ചു വരും. SFIയുടെ രാഷ്ട്രീയത്തിന് കിട്ടിയ അംഗീകാരമായിട്ടാണ് നമ്മളെപ്പോഴും ഇതിനെ കാണുന്നത്.
മുഴുവൻ ഭംഗിയും ഉള്ളൊരു സ്ഥലമാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ ധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ട്, അമ്പലക്കുളമുണ്ട്. തൊട്ടപ്പുറത്ത് ഇത് ഒരു 10-15 വർഷം മുമ്പ് വരെ നെൽകൃഷി ഉണ്ടായിരുന്ന ഇടമാണ്. അങ്ങനെ വളരെ ഭംഗിയുള്ള മനോഹരമായ ഒരു പ്രദേശത്താണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. വന്നേ, വോട്ടുണ്ടോ? ആയിട്ട് വോട്ടാണോ? ചെയ്യോ? ഓക്കെ. എങ്ങനെയുണ്ട് നിങ്ങളുടെ വാർഡിലെ ഇലക്ഷനൊക്കെ? ഞങ്ങളുടെ വാർഡിലെ ഇലക്ഷനൊക്കെ ഭംഗിയായിരിക്കണം. സ്ഥാനാർത്ഥികളുടെ പ്രചാരണമൊക്കെ എങ്ങനെയുണ്ട്? വിജയൻ, സഖാവ് വിജയനാണ് നമ്മളെ സ്ഥാനാർത്ഥി. ആർദ്ര ബ്ലോക്കിലും ജില്ലാ പഞ്ചായത്തിൽ നമ്മളെ PV രാജ് സാറുമാണ്. ഇവിടെ മത്സരം എങ്ങനെയുണ്ട് ചേട്ടാ? ഞാൻ പണിക്കായി പോകും. ഞാൻ പണിയെടുക്കുന്നു. പണിക്കായി പോകാൻ വൈകിട്ടൊക്കെ വേണം. എനിക്കതിനെപ്പറ്റി ഇദ്ദേഹത്തെ കാത്തിരിക്കായിരുന്നല്ലോ ഇവിടെ. എന്താ വാങ്ങി തന്നെ പൂപ്പൻ? കഴിച്ചോ? എല്ലാ ദിവസവും ഉള്ളതാണോ ഇത്? എന്തുണ്ട് ഇവിടുത്തെ പ്രചാരണമൊക്കെ കാണിച്ചേ? ഓക്കെ, ആര് ജയിക്കും? ഇവിടെ ഈ തദ്ദേശത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴേ പാർട്ടിയെക്കാട്ടിലും കൂടുതൽ സ്ഥാനാർത്ഥിയെ നോക്കുന്നവർ ശരിയാണോ? ശരിയാണ്. വ്യക്തിവാക്കിയെ തന്നെ വോട്ട് ചെയ്യണം. പഞ്ചായത്ത് ഇലക്ഷനൊക്കെ ചിലപ്പോൾ വ്യക്തികളെ നോക്കും. ആണോ? എങ്കിലും പാർട്ടി നോക്കും. ആണല്ലേ. ആര് വന്നാലും പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവരുണ്ടോ? പാർട്ടിക്ക് തന്നെ വോട്ടിടും. എത്ര അടുത്തുള്ളവർ നിന്നാലും പാർട്ടിയാണ് പ്രധാനം. പാർട്ടിക്ക് വോട്ടിടുള്ളൂ. മാറ്റി ചിന്തിക്കുന്ന ഒരു പരിപാടിയില്ല. ചായക്കടയിൽ വരുന്നവരൊക്കെ എങ്ങനെ രാഷ്ട്രീയമൊക്കെ പറയോ? രാഷ്ട്രീയം പറയാനുള്ള ആൾക്കാർ ഈ ചായക്കടയിൽ രാഷ്ട്രീയം ഒന്നും ഇല്ലെന്നൊക്കെയാണ് എല്ലാരും ഇപ്പൊ പറയുന്നത്. അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ആൾക്കാർ രാഷ്ട്രീയം പറയുന്നുണ്ട്. ആണല്ലേ. മൊത്തത്തിലൊരു ട്രെൻഡ് നോക്കുമ്പോൾ ഇവിടെ ആർക്കാ വിജയ സാധ്യത? അതിപ്പം പറയാം. കശാലപ്പുറത്ത് അങ്ങോട്ടും പറയാം ഇങ്ങോട്ടും പറയാം. നമ്മളിവിടുന്ന് കേക്കത്തേ ഉള്ളൂ, പറയത്തില്ല അല്ലേ? അത് തന്നെ കേൾക്കാൻ വെക്കുള്ളൂ. ഇപ്പൊ നമ്മളിങ്ങനെ വിശേഷമൊക്കെ ചോദിച്ചു വരുമ്പോ ഇവിടെ ഒരാളുണ്ട്. തൊട്ടടുത്ത വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി. എന്താ ഞങ്ങളുടെ വാർഡിൽ എന്താ കാര്യം? നിങ്ങളുടെ വാർഡിലാണല്ലോ തീ പാറുന്ന പോരാട്ടം നടക്കുന്നത്. അപ്പുറത്ത് സ്വതന്ത്രമായിട്ട് നിന്റെ തീ പാറിയില്ല? തീരെ പാറുന്നില്ല. തീരെ പാറുന്നില്ല. ശരി, അപ്പൊ ഇവിടെ എങ്ങനെയാ? ഇവിടെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇവിടെ 50-50 ആണ്. വോട്ട് ചെയ്യാൻ പോകുന്നില്ലേ? ആർക്കാ വോട്ട് ചെയ്യാ? പറയില്ല അല്ലേ? ഞാൻ അന്നേ തന്നെയാണ് 18 വയസ്സിൽ വോട്ട് തുടങ്ങാം. ആ വോട്ട് ഇന്നത് വരെ അതേ തന്നെ. ചേട്ടാ, വീട് കയറ്റവും വോട്ട് ചോദിക്കലൊക്കെ എങ്ങനെ പോകുന്നു? വളരെ നല്ല നിലയ്ക്ക് പോകുന്നുണ്ട്. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം എന്നെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ഗ്രാമപഞ്ചായത്ത് മെമ്പറും ആക്കിയതിൻ്റെ ആ ഗുണം ഈ വാർഡിൽ ഇറങ്ങുമ്പോൾ മൊത്തത്തിൽ ലഭിക്കുന്നുണ്ട്. എല്ലാവരും അറിയാം. എല്ലാവർക്കും എന്നെ അറിയാം, അവർക്ക് എന്നെയും അറിയാം. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എതിരാളികൾ എന്നെക്കാട്ടി ശക്തരാണ്. പക്ഷേ ഞാൻ വീടുകൾ സഞ്ചരിച്ചിടത്തോളം, ഉമ്മമാരെ, സഹോദരിമാരെ, തൊഴിലുറപ്പിടങ്ങളിൽ അവരെ കണ്ടെടുത്തോളം ഈ വാർഡിൽ അവരെന്നിൽ വിശ്വാസം അർപ്പിക്കുന്നു എന്നുള്ള ശുഭപ്രതീക്ഷ തീർച്ചയായിട്ടും ഉണ്ട്. ഇത് CPM-ന്റെ വാർഡല്ലേ? ഇതിന്റെ ഒരു ഭാഗം CPM-ന്റെ വാർഡും മറുഭാഗം അവിടെ ആലന്തര വാർഡ്, ഇവിടെ മുരുക്കണം വാർഡ്. ശരി, മുരുക്കണം CPM-ന്റെ വാർഡാണ്. CPM-ന്റെ വാർഡ് 40 വർഷം CPM-ന്റെ ഭാഗമായിരുന്ന ആളാണ്. അതെ. അത് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിലേക്ക്. ഇത്തവണ എങ്ങനെയായിരിക്കും? ആരുടെ കൂടെ നിൽക്കും? മുരുക്കണം വാർഡിലെ ഈ പ്രാവശ്യം കോൺഗ്രസിന്റെ കൂടെ തന്നെ നിൽക്കും. ഉറപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. പ്രാദേശിക വിഷയങ്ങൾ മാത്രമല്ല. അത് കോൺഗ്രസിന് അനുകൂലമാണ്. കോൺഗ്രസിന് അനുകൂലമാണ്. 101% ഇവിടെ കോൺഗ്രസ് ഇത്തവണ ജയിക്കും. തീർച്ചയായും. ഈ ആലന്തരയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നതും നമുക്കിനി കാണാൻ പറ്റില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നതൊക്കെ ആയിട്ടുള്ള കുറേ കാഴ്ചകൾ, ഭംഗിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും. തൊക്കളെ വെച്ചും കളിച്ചും ചിരിച്ചും ലൈനാണ് നമ്മുടെ ഫാമാണ്. കോവിഡ് കാലത്ത് കെട്ടിയൊരു ആഗ്രഹമാണ് ഇങ്ങനെ പോകണം. പക്ഷെ ഇപ്പോൾ നമ്മളത് ഇങ്ങനെ നോക്കണില്ല. ചേട്ടാ, ഇവിടുത്തെ ഇലക്ഷനൊക്കെ എങ്ങനെയാ? നമ്മുടെ പാർട്ടി ഇവിടുത്തെ പ്രവർത്തനമൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ വേണ്ട ഇവിടെ? വികസനം. ഒരാളോടും കൂടി ചോദിക്കാൻ കുറച്ച് വിശേഷം. ഇവിടെ ഒരാളുണ്ട്. ഒന്ന് ചിരിച്ചേ, ആ പല്ലൊന്ന് കാണിച്ചേ. ആ 2 പല്ല് എവിടെ പോയി? പണയം വെച്ചോ? കവലയിലൊന്നും യുവാക്കളില്ല എന്നാണ് പൊതുജന സംസാരം. പക്ഷെ ഇവിടെ കുറച്ച് യുവാക്കളുണ്ട്. നിങ്ങളൊക്കെ ഫുൾ ടൈം ഇൻസ്റ്റാഗ്രാമും ഒക്കെ ആണെന്നാണല്ലോ പൊതുജന സംസാരം. രാഷ്ട്രീയമൊക്കെ ഉണ്ടോ? ശക്തമായും വ്യക്തമായും രാഷ്ട്രീയമുണ്ട്. ഇവിടെ ഭയങ്കര ശക്തമായ പോരാട്ടമാണല്ലോ. എങ്ങനെയാ നിങ്ങളുടെ പാർട്ടി ജയിക്കും? നമ്മളെ പാർട്ടി ജയിക്കും. നിങ്ങളുടെ പാർട്ടി ഏതാ?
അരിവാൾ ചുറ്റിയ നക്ഷത്രം. ഇവിടെ ഒരാൾ വളരെ സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേര് ഫോണിലിരിക്കും. ഞാൻ ഇപ്പൊ പറഞ്ഞത് പിള്ളേരൊന്നും ഇൻസ്റ്റാഗ്രാമിലൊന്നും അല്ല, ഫുള്ള് രാഷ്ട്രീയമാണെന്നൊക്കെയാണ്. എന്നിട്ട് ഇങ്ങനെയാണോ ചെയ്യാ? അല്ലേ ചേച്ചി, ഇത് ഒരു പേഴ്സണൽ കോളായി പോയി. അത്യാവശ്യം പേഴ്സണൽ കോൾ ഒഴിവാക്കാൻ പറ്റില്ല, പ്രശ്നമാവും. നമ്മളിങ്ങനെ കോൺഗ്രസിന്റെ വിശേഷങ്ങൾ കണ്ടു, CPM വിശേഷങ്ങൾ കണ്ടു. BJPയുടെ സ്ഥാനാർത്ഥി വിപിൻ വി ആണ്. വിപിൻ വിയുടെ ഈ ഒരു പോസ്റ്ററാണ് നമുക്കിവിടെ കാണാൻ പറ്റിയത്. അദ്ദേഹത്തെ നമ്മൾ 2-3 തവണ വിളിച്ചു, പക്ഷേ ഇലക്ഷൻ പ്രചാരണ തിരക്കാണ് എന്നാണ് പറയുന്നത്. മുൻകാലങ്ങളേക്കാൾ കൂടുതൽ സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ട്. താരതമ്യേന മറ്റു പാർട്ടികളെ അപേക്ഷിച്ച് ആഭ്യന്തര പ്രശ്നങ്ങൾ കുറവാണ്. ഇതാണ് ഞങ്ങളുടെ നാലുംകൂടുന്ന ജംഗ്ഷൻ, ത്രിവേണി ജംഗ്ഷൻ. ഓണാഘോഷത്തിന്റെ കൊട്ടിക്കലാശം ഇവിടെയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ തുടങ്ങുന്നതൊക്കെ ഇവിടെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ വാർഡ്.